നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർട്ടോസ്. നമ്മുടെ കുട്ടികൾ അവർ നല്ല കുട്ടികളാണ്, അവർ നല്ല എനർജി ഉള്ളവരാണ്. കുട്ടികളുടെ സർഗോത്സവത്തിൽ നിങ്ങൾ കാണാം, അവർക്ക് നന്നായിട്ട് പാടാനറിയാം, നമുക്ക് നന്നായിട്ട് അഭിനയിക്കാനറിയാം, നന്നായിട്ട് ചിത്രം വരയ്ക്കാനറിയാം. അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ഈ കുട്ടികളൊന്നും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും പുറകിൽ പോകില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. പക്ഷെ അവരെ വീണ്ടും നമ്മൾ ചേർത്ത് നിർത്തണം. ഇത്തരം പരിപാടികൾ തുടർച്ചയായി ആ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ടാവണം. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. സർഗോത്സവം കുട്ടികളുടെ ഉത്സവമായി. കുണ്ടറ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ച സർഗോത്സവം കുട്ടികൾ ആടിയും പാടിയും അഭിനയിച്ചും ആഘോഷമാക്കി. പനയം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ബി ശശിധരൻപിള്ള അധ്യക്ഷത വഹിച്ചു. ഉമാദേവി, ജില്ലാ പ്രതിനിധി ഫില്ലീസ് ജോസഫ് എന്നിവർ സംസാരിച്ചു. കഥാരചന ശിവരാമൻ കോവിലഴിയം, അഭിനയം ആർ തുളസി, നാടൻപാട്ട് ബൈജു മലനട, ചിത്രരചന പ്രിൻസ് കല്ലട, കവിതാരചന ജി ദിലീപ്, കാവ്യാലാപനം ഉമാദേവി തുരുത്തേരി, കല്ലട ബി വി ജോസ്, പുസ്തകാസ്വാദനം ജെ എസ് സുജന്യ എന്നിവർ നയിച്ചു. മുട്ടായിയുടെ രൂപത്തിൽ, ജ്യൂസുകളുടെ രൂപത്തിൽ അത് നമ്മുടെ മരണത്തെ തന്നെ ബാധിക്കുന്നു. അത് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് പോകാൻ സഹായിക്കില്ല. നമ്മൾ എപ്പോഴും സ്കൂൾ വിട്ടാൽ പരിചയമില്ലാത്തവരുടെ കയ്യിൽ നിന്ന് മുട്ടായി മേടിക്കുകയും ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുകയും ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു. മക്കളെ ഇച്ചിരി ഉറച്ച് പറയടാ. നന്നായിട്ട് ഇതിലെ പിന്നെ നടക്കത്തില്ല.
സംസാരിക്കുന്നവരും വിട്ടല്ലേ, പുറകെ നിൽക്കുന്നവർ സംസാരിക്കില്ലേ? ഇല്ല ചെയ്തോ, അങ്ങനെയൊന്നും കുഴപ്പമില്ല, ചെയ്തോ, തുടങ്ങിക്കോ. ആ കയറി വന്നാ ചെയ്തോ. ആ കുറച്ച് വരണം, ആരും മിണ്ടരുത്, ഇവിടെ ആരും മിണ്ടരുത്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. പുതിയ കാലത്തെ ഒറ്റപ്പെടൽ ഭീതിപ്പെടുത്തുന്നത്. ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ. പുതിയ കാലത്ത് വൃദ്ധരായ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒറ്റപ്പെടലും ഒറ്റപ്പെടുത്തലും അവഗണനയും ഭീതിപ്പെടുത്തുന്നതാണെന്ന് പൂക്കാസ ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരുമ്പഴ യൂണിറ്റ് വനിതാ സാംസ്കാരിക വേദി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂണിറ്റ് പ്രസിഡന്റ് കെ രാജചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി എൻ
ജയന്തൻ, ജില്ലാ കമ്മിറ്റി അംഗം ജി രാമചന്ദ്രൻപിള്ള, ബ്ലോക്ക് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ, സാംസ്കാരിക വേദി കൺവീനർ ശിവൻ വേളിക്കാട്, കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, വനിതാ വേദി കൺവീനർ ചന്ദ്രിക, KR ഷീജകുമാരി എന്നിവർ സംസാരിച്ചു. എങ്കിലും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് വയോജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്നുള്ളത്. നമ്മളിപ്പോൾ ദാരിദ്ര്യമാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ പാടുമാണ്, രോഗമാണെങ്കിൽ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരുപാട് സാങ്കേതികമായി മാറും. പക്ഷേ ഒറ്റപ്പെടലും അവഗണനയുമാണ് അത് ചികിത്സിച്ച് മാറ്റുക എന്നുള്ളത് വളരെ പ്രയാസകരമായി. നമ്മുടെ നവീകരണത്തിലൊരു വ്യക്തവാക്യാണ് അത്. ഈ രാജാവ് നാളെ തൻ്റെ അടുത്ത് ദമയന്തിയുടെ ദൂതമായി എത്തുന്നതിന് മുമ്പ് ഹംസത്തെ ഹംസം ഉറങ്ങിക്കൊണ്ടിരുന്ന ഹംസം പറയുന്നൊരു കാര്യമുണ്ട്, രാജാവേ ഇത് ചിറകിന്റെ ചിറക് സ്വർണ്ണമല്ല, ഇത് വെറുതെ ദൈവമേ ഗുണവും അനവധി ദോഷമായി എന്നാണ് അത് ആ ഒറ്റ വാക്യം. ദൈവമേ ഗുണവും അനവധി ദോഷമായി. നമ്മുടെ ഗുണം യഥാർത്ഥത്തിൽ നമ്മൾ ആയുർദൈർഘ്യം. പണ്ടൊക്കെ 60 വയസ്സ് തികയുക എന്നുള്ളത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പ്രധാനമായും പോകുന്ന സ്ഥാപനത്തിനാണ് സത്യം. 60 വയസ്സ് കഴിയുമ്പോൾ ശക്തിപൂർത്തി സമ്പന്ന വീടുകളെല്ലാം 60 വയസ്സ് തികയുക എന്ന് പറയുന്ന അത്ഭുതം. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ചെറുപ്പക്കാരൻ 70 അത് തന്നെയാണ്, 80 ആ തരത്തിലേക്ക് എത്തുക. അപ്പൊ നമുക്ക് ആയുർദൈർഘ്യമാണ്. സാമ്പത്തികമായ ഒരു നിലയും ഒട്ടും മോശമല്ലാത്ത ഭദ്രത കുടുംബങ്ങളിൽ ദുരിതമുള്ള കുടുംബങ്ങളെല്ലാം കൈവരിച്ചു. അപ്പൊ അതിനെതിരെ ഇല്ലാത്ത കേരളം എന്നുള്ള പദ്ധതി ഞാൻ എൻ്റെ പഞ്ചായത്തിലെ 35ഓളം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയ പ്രഖ്യാപനം. പക്ഷെ അതിദാരിദ്ര്യ കുടുംബങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ എന്നോട് പലരും ചെവിയിൽ ചോദിക്കുകയാണ്, ഇവരൊക്കെ അതിനെതിരാണ്, ഇവരൊക്കെ അതിനെതിരാണ്. അപ്പോൾ ഉള്ളത് അതിനെതിരെന്ന നിലയിലാണ് നമ്മൾ എടുത്തത്. പക്ഷെ എടുത്തപ്പോൾ അവരൊക്കെ നല്ല നിലയിൽ ജീവിതത്തിൽ വലിയ വലിയ എന്നാലും ചില പ്രതിസന്ധികൾ മാത്രമേ. അപ്പൊ നമ്മുടെ നാട്ടിൽ അതിനെതിരില്ലാത്തവരായി ഇതിനെതിരെ ദാരിദ്ര്യ നിർമ്മാണത്തിന് ലക്ഷ്യമായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, നമ്മളിപ്പോ മധ്യവർഗം ആണ് മഹാഭൂരിപക്ഷമായി തീർന്നത്. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimudikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. പരിസ്ഥിതി സ്നേഹിയായ പ്രവാചകൻ ക്യാമ്പയിന് തുടക്കമായി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ തുടക്കം കുറിച്ച പരിസ്ഥിതി സ്നേഹിയായ പ്രവാചകൻ എന്ന ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തിവരുന്ന വൃക്ഷത്തൈ നട്ടുനനച്ച് വളർത്തലിൻ്റെ കുണ്ടറ ഡിവിഷൻ തല ഉദ്ഘാടനം മാമൂട് ചുടുവഞ്ചിറ മുസ്ലിം ജമാഅത്തിൽ നടന്നു. ജംഇയ്യത്തുൽ ഉലമ കൊല്ലം ജില്ലാ സെക്രട്ടറി പാങ്ങോട് ഖമറുദ്ദീൻ മൗലവി ഫലവൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഫെഡറേഷൻ നേതാക്കളായ പുല്ലൂർ ജലീൽ, കുളത്തൂപ്പുഴ സലീം, വാഹിദ് പെരുമ്പുഴ, കുണ്ടറൻ സാമുദ്ദീൻ, നൗഫൽ മാമൂട്, ഷാഹുൽ ഹമീദ്, അലിയാർ മൗലവി, കുണ്ടുമൺ ഹുസൈൻ മന്നാനി, മുഹമ്മദ് ഷാഫി,
ബാഖവി, ഏറത്ത് ബഷീർ, ഷാജഹാൻ, സിയാറത്ത് മോഡ്, അബ്ദുൾ റഹീം, വഹാബ് എന്നിവർ പങ്കെടുത്തു. ചിത്രം വര കാണാൻ കുട്ടികൾക്ക് അവസരം. റോട്ടറി ക്ലബ്ബ് ഓഫ് കുണ്ടറ മിഡ്ടൗണും കൊല്ലം ഋഷിയേഷ് ആർട്ട് ഗാലറിയും സംയുക്തമായി ഋഷിയേഷ് ആർട്ട് ഗാലറി ഹാളിൽ നടത്തുന്ന മുതിർന്ന ചിത്രകാരന്മാരുടെ വാട്ടർ കളർ ക്യാമ്പ് സന്ദർശിക്കുന്നതിനും ചിത്രരചനയുടെ സാങ്കേതിക വശങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും കുട്ടികൾക്ക് അവസരം. ക്യാമ്പിൽ ചിത്രകാരന്മാരായ ജയപ്രകാശ് പഴയിടം, അനിൽ അഷ്ടമുടി, അനിൽ ശിഖ, വസന്തം മുഖത്തല, ബി വസന്തകുമാരി, ജയദേവി, ടി.ആർ. രാജേഷ്, എസ് കുസുമ, ബി പ്രിജു, ഡി ദോസ്തി, ഡോക്ടർ സജീഷ് രാജ്, എസ് ശരത്, ലീന രമേശ്, ഗുരുപ്രസാദ് അയ്യപ്പൻ, ബൈജു പുനക്കുന്നൂർ എന്നിവർ പങ്കെടുക്കുന്ന ചിത്രരചന ക്യാമ്പ് സന്ദർശിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾ പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. അന്വേഷണങ്ങൾക്ക് ഋഷിയേഷ് ആർട്ട് ഗാലറി ആൻഡ് ആർട്ട് കഫേ, രാമൻകുളങ്ങര പടിഞ്ഞാറ്, തിരുവോണം നഗർ 55, കൊല്ലം. ഫോൺ 94 46 55 86 65. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ പുറത്തിറങ്ങിയിട്ടുള്ള 22 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ നീതി വരെയുള്ള ചിത്രങ്ങളാണവ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കളാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഈ സിനിമകളൊക്കെ ഒന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം 1 മാസം 1 ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തോടെ 2 വർഷം മുമ്പ് ആരംഭിച്ച ഒരു ദൗത്യമാണ്. അത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അത് മുടങ്ങാതെ ഞങ്ങൾക്ക് ഈ മാസം വരെയും കൊണ്ടുപോകാൻ കഴിഞ്ഞത് നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സ്നേഹവും കൊണ്ടാണ്. ഒപ്പം വിരലിലെണ്ണാവുന്ന വളരെ ചുരുങ്ങിയ ചില വ്യക്തികളുടെ ഞങ്ങളോടുള്ള മനോഭാവവും ഞങ്ങളോടുള്ള ചേർത്ത് നിർത്തലും കൊണ്ടാണ് ഇത് ഒരു വലിയ വിജയമായി ഞങ്ങൾക്ക് തോന്നുന്നു. ആ വിജയം നിങ്ങളുടേത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാണാത്തവർ ആ സിനിമ കാണുകയും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടൻ്റെ സ്നേഹം, ആദരം.